സ്വപ്ന ജോലിക്കായി ഡൗൺലോഡ് ചെയ്യൂ CC ലേണിംഗ് ആപ്പ്. ഹായ് ഓൾ, വെൽക്കം ടു CC ബാങ്ക്. എൻ്റെ പേര് ആര്യ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു കറണ്ട് അഫയേഴ്സ് സെഷനുമായിട്ടാണ് കേട്ടോ. നമുക്കറിയാം 2025-26 നടന്നിട്ടുള്ള മേജർ അപ്പോയിൻമെൻറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ എക്സാമൊക്കെ ഇങ്ങ് അടുത്തെത്തി. അപ്പോൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കറണ്ട് അഫയേഴ്സ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് മേജർ അപ്പോയിൻമെൻറ്റ്സ് ആണ്. ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഏരിയ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇന്ന് നോക്കി പോകാം കേട്ടോ. അതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ആപ്പിൽ ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, കൂടാതെ ഡെയിലി ഫ്രീ ക്വിസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PDF ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാം, നമുക്കറിയാം ഡെയിലി കറണ്ട് അഫയേഴ്സ് ഒക്കെ അതിൽ എപ്പോഴും കിട്ടും. അപ്പോൾ നിങ്ങൾ എത്രയും വേഗം തന്നെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ 1st റാങ്ക്, 6th റാങ്ക്, 7th റാങ്ക് ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്ത് പഠനം ആരംഭിക്കുക കേട്ടോ. നമ്മൾ പുതിയതായിട്ട് 2 ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് 8921440580 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ സമയം വൈകിക്കാതെ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, കോഴ്സിൽ ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണ്, കീ അപ്പോയിൻമെന്റ്സ് ഇൻ ഇന്ത്യ 2025-26 നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട മേജർ ആയിട്ടുള്ള അപ്പോയിൻമെന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ അതിൽ ആദ്യം നോക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ജുഡീഷ്യൽ അപ്പോയിൻമെന്റ്സ് ആണ് കേട്ടോ. ജുഡീഷ്യൽ അപ്പോയിൻമെന്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോ ആളുകളെ ആയിട്ട് നോക്കി പോവാം കേട്ടോ. നോക്കിക്കേ, ജസ്റ്റിസ് സുശ്രത് അരവിന്ദ് ധർമാധികാരി, അദ്ദേഹം എവിടെയാണ് അപ്പോയിന്റഡ് ആയിട്ടുള്ളത് നോക്കുക. ചീഫ് ജസ്റ്റിസ് ഓഫ് ദ മദ്രാസ് ഹൈക്കോർട്ട്. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളുക കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ജസ്റ്റിസ് സുശ്രത് അരവിന്ദ് ധർമാധികാരി, അദ്ദേഹം അപ്പോയിന്റ് ആയത് എവിടെയാണ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ദ മദ്രാസ് ഹൈക്കോർട്ട്. മദ്രാസ് ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് സുശ്രത് അരവിന്ദ് ധർമാധികാരി അപ്പോയിന്റ് ചെയ്തത് എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഹൈക്കോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്, മദ്രാസ് ഹൈക്കോർട്ടാണ്. ആളുടെ പേരും ഓർത്ത് വെച്ചോളുക. ഏതാണ്, ജസ്റ്റിസ് സുശ്രത് അരവിന്ദ് ധർമാധികാരി. ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം. ആരാണ്, ജസ്റ്റിസ് ലിസ ഗിൽ. ആരാണ്, ജസ്റ്റിസ് ലിസ ഗിൽ ആണ്. അതെവിടെയാണ് നോക്കിയേ, ചീഫ് ജസ്റ്റിസ് ഓഫ് ദ ആന്ധ്രാപ്രദേശ് ഹൈക്കോർട്ട്. എവിടെയാണ്, ആന്ധ്രാപ്രദേശ് ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് ജസ്റ്റിസ് ലിസ ഗിൽ അപ്പോയിന്റ് ആയത് എന്ന് ഓർക്കുക. അദ്ദേഹം അവരെവിടെയാണ്, ആന്ധ്രാപ്രദേശിലാണ്. ആളുടെ പേരും കൂടെ ഓർത്ത് വെച്ചോളുക. എന്താണ്, ലിസ ഗിൽ എന്നാണ് എന്ന കാര്യം ഓർക്കുക. ഇവർക്കൊരു പ്രാധാന്യമുണ്ട്. എന്താണ്, ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ്. ഓർത്തിരിക്കുക, എവിടത്തെയാണ്, ആന്ധ്രാപ്രദേശിലെ ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് ആണ് ആര്, ലിസ ഗിൽ എന്ന് പറയുന്നത് കേട്ടോ. മറന്നു പോവരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലത്തെ ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് അങ്ങനെയുള്ള ഫസ്റ്റ് പൊസിഷൻസ് ഒക്കെ എന്താണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക, എന്താണ്, ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് ആണെന്ന് ഓർക്കുക. എവിടെയാണ്, ആന്ധ്രാപ്രദേശിലാണെന്ന് ഓർക്കുക. ആളുടെ പേര് കൂടെ പഠിച്ചു വെച്ചോളുക. എന്താണ്, ലിസ ഗിൽ എന്നാണ് പേര് എന്ന് ഓർക്കുക കേട്ടോ. അടുത്തതാണ് സുജോയ് പോൾ. ആരാണ്, സുജോയ് പോൾ. സുജോയ് പോൾ എവിടത്തെയാണ് നോക്കിക്കേ, ചീഫ് ജസ്റ്റിസ് ഓഫ് ദ കൽക്കട്ട ഹൈക്കോർട്ട്. എവിടെയാണ്, കൽക്കട്ട ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് നിയമിതനായത് എന്ന് ഓർക്കുക. ആളുടെ പേരെന്താണ്, സുജോയ് പോൾ എന്നാണ് എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ആളുടെ പേര് ഓർത്തിരിക്കുക, അതുപോലെ തന്നെ എവിടെയാണ് നിയമിതനായത് എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം, സൗമെൻസൺ. സൗമെൻസൺ എവിടെയാണ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ദ കേരള ഹൈക്കോർട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മുടെ കേരളത്തിലെ കാര്യം ആയതുകൊണ്ട് തന്നെ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഓർക്കുക. അപ്പോൾ ആളുടെ പേര് ഓർക്കുക, സൗമെൻസൺ ആണ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ദ കേരള ഹൈക്കോർട്ട്. അപ്പോൾ എത്രാമത്തെ എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ഇവിടെ പഠിച്ചു വെക്കണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എത്രാമത്തെയാണ്, 40ാമത്തെ ആണ് എന്ന കാര്യം കൂടെ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചോളുക കേട്ടോ. 40ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നമ്മുടെ കേരള ഹൈക്കോർട്ടിൽ നിയമിതനായത് ആരാണ്, സൗമെൻസൺ ആണ് എന്ന കാര്യം എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചോളുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ് രേവതി മോഹിത് ദറെ. ആരാണ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ദ മേഘാലയ ഹൈക്കോർട്ട്.
മേഘാലയ ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായത് ആരാണ് എന്ന് ചോദിച്ചാൽ രേവതി മോഹിത് ഡറയാണ് എന്ന കാര്യം ഓർക്കുക. ഈ മോഹിത് എന്നൊക്കെ ഓർക്കുമ്പോൾ എന്താണ്? മോഹിത് മേഘാലയ, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഓർക്കുക, രേവതി മോഹിത് ഡറെ എവിടെയാണ്? മേഘാലയ ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആണെന്ന് പഠിച്ചു വെച്ചോളുക കേട്ടോ. അടുത്ത് നോക്കാം, മനോജ് കുമാർ ഗുപ്ത. ആരാണ്? മനോജ് കുമാർ ഗുപ്ത. മനോജ് കുമാർ ഗുപ്ത ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഏത് സ്റ്റേറ്റിലാണ്? ഉത്തരാഖണ്ഡിലാണ് എന്ന കാര്യം ഓർക്കുക കേട്ടോ. ഉത്തരാഖണ്ഡ് ഹൈക്കോർട്ടിലാണ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് മനോജ് കുമാർ ഗുപ്ത നിയമിതനായത് എന്ന കാര്യം ഒന്ന് പഠിച്ചു വെച്ചോളുക കേട്ടോ. അടുത്തത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോളിസി ആൻഡ് റെഗുലേറ്ററി, ആ ഏരിയയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് ആണ്. ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് ഈ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് അപ്പോയിന്റ്മെന്റുകളാണ് പറഞ്ഞത്. അത് നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. അതുപോലെ നമ്മൾ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ കേരള ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ്, അതും പ്രത്യേകം പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഏതാണ്? പോളിസി ആൻഡ് റെഗുലേറ്ററി അപ്പോയിന്റ്മെന്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ആണ് ആര്? ഡോക്ടർ രാജീവ് സിംഗ് രഘുവംശി. ഡോക്ടർ രാജീവ് സിംഗ് രഘുവംശി, അദ്ദേഹം റീ അപ്പോയിന്റഡ് ആസ് ഡ്രഗ്സ് കൺട്രോളർ. ഇന്ത്യയിലെ ഡ്രഗ്സ് കൺട്രോളർ ആയിട്ടാണ് അദ്ദേഹം നിയമിതനായത് എന്ന കാര്യം ഒന്ന് പഠിച്ചു വെച്ചോളുക കേട്ടോ, ഓർത്തു വെക്കുക. ലീഡിങ് ദ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. അദ്ദേഹം ലീഡ് ചെയ്യുന്ന എവിടെയാണ്? ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ തലവനാണ് എന്ന കാര്യം കൂടെ എന്ത് ചെയ്യുക? നമ്മളൊന്ന് ഓർക്കുക. അപ്പോൾ പേര് ഓർക്കുക, ഡോക്ടർ രാജീവ് സിംഗ് രഘുവംശി. അദ്ദേഹം റീ അപ്പോയിന്റഡ് ആസ് ഡ്രഗ്സ് കൺട്രോളർ ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ലീഡിങ് ദ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ കേട്ടോ. അടുത്തതാണ് ശക്തികാന്ത് ദാസ്, അല്ലെ? നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുള്ള ഒരു പേരാണ് ആര്? ശക്തികാന്ത് ദാസ്. പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആഫ്റ്റർ റിട്ടയറിംഗ് ആസ് RBI ഗവർണർ. നമുക്കറിയാം അദ്ദേഹം RBI ഗവർണർ ആയിരുന്നു. RBI ഗവർണർ ആ സ്ഥാനത്ത് നിന്നും രാജിവെച്ചതിന് ശേഷം അദ്ദേഹം നിയമിതനായത് ഏത് പോസ്റ്റിലേക്കാണ്? പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അത് ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. അടുത്തതാണ് ജ്ഞാനേഷ് കുമാർ. നമ്മൾ ഈ ഇലക്ഷൻ ടൈമിലൊക്കെ ഒരുപാട് കേൾക്കുന്ന ഒരു പേരാണ്, അല്ലെ? ആരാണ്? ജ്ഞാനേഷ് കുമാർ. ജ്ഞാനേഷ് കുമാർ അസ്യൂം ചാർജ് ആസ് 26th. ഇത് ഓർത്തിരിക്കുക. എത്രാമത്തെയാണ്? 26ാമത്തെയാണ് എന്ന കാര്യം ഓർക്കുക. 26th ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. 26ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് അപ്പോയിന്റ് ആയത് ആരാണ്, അല്ലെങ്കിൽ നിയമിതനായത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ് എന്ന് പഠിച്ചു വെച്ചോളുക കേട്ടോ. എത്രാമത്തെയാണ്? 26ാമത്തെയാണ് എന്ന് ഓർക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇത് ആർക്ക് ശേഷമാണ്? റീപ്ലേസിംഗ് രാജീവ് കുമാർ. 2025 രാജീവ് കുമാറിനെ റീപ്ലേസ് ചെയ്ത് വന്ന ആളാണ് ആര്? ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്നത്. എത്രാമത്തെയാണ്? 26ാമത്തെയാണ് എന്ന് ഓർക്കുക കേട്ടോ. അടുത്തതാണ് വിവേക് ജോഷി. ആരാണ്? വിവേക് ജോഷി. അദ്ദേഹം നിയമിതനായത് ആരായിട്ടാണ്? ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ കേട്ടോ. ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടാണ് അദ്ദേഹം നിയമിതനായത് എന്ന് പഠിച്ചു വെച്ചോളുക. ആളുടെ പേരെന്താണ്? വിവേക് ജോഷി. നമ്മൾ ആദ്യം പറഞ്ഞത് ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ് എന്നും ഓർക്കുക. അടുത്തതാണ് രാം മോഹൻ റാവു അമര. ആരാണ്? SBI ന്യൂ മാനേജിംഗ് ഡയറക്ടർ കേട്ടോ. ഓർക്കുക, എന്താണ്? നമ്മുടെ SBIയുടെ ന്യൂ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടാണ് അദ്ദേഹം നിയമിതനായത്. അടുത്തത് നോക്കാം, ഫൈസ് അഹമ്മദ് കിദ്വായി. അതാരാണ്? ഡയറക്ടർ ജനറൽ ഓഫ് ദ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. സിവിൽ ഏവിയേഷൻ കേട്ടോ, ഓർത്തിരിക്കുക. ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായതാണ്. എവിടെയാണ്? ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ആളുടെ പേരൊന്ന് പഠിച്ചു വെച്ചോളുക. എന്താണ്? ഫൈസ് അഹമ്മദ് കിദ്വായി കേട്ടോ. അടുത്തതാണ് മദൻ ലോകൂർ. മദൻ ലോകൂർ ഏതാണ്? UN ഇന്റർനാഷണൽ ജസ്റ്റിസ് കൗൺസിൽ ചെയർപേഴ്സൺ ആയിട്ടാണ് നിയമിതനായത് എന്ന കാര്യം പഠിച്ചു വെക്കുക കേട്ടോ. ആരായിട്ടാണ്? UN ഇന്റർനാഷണൽ ജസ്റ്റിസ് കൗൺസിൽ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതനായ ആളാണ് ആര്? മദൻ ലോകൂർ എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം, ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യൻ. ആരാണ്? ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യൻ, ചെയർമാൻ ഓഫ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചു വെച്ചുകൊള്ളുക. നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ
ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. എപ്പോഴും ചോദിക്കാറുള്ള നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സിൽ ഒന്നാണ് ഇത്. നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ, അങ്ങനെയുള്ള കമ്മീഷനുകളുടെ പ്രധാനപ്പെട്ട പോസ്റ്റുകളൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചുകൊള്ളുക. അടുത്തതാണ് ഭുവനേഷ് കുമാർ. ഭുവനേഷ് കുമാർ UIDAIയുടെ CEO ആയിട്ടാണ് നിയമിതനായത് എന്ന കാര്യം ഒന്ന് പഠിച്ചു വെച്ചോളുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടത്, ഇപ്പം നമ്മൾ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് പറഞ്ഞു, അവിടെ നമ്മൾ കേരള ഹൈക്കോർട്ടിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. അങ്ങനെയുള്ള മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ള കാര്യങ്ങൾ, അതായത് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ളത് എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ നമ്മളിവിടെ ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യം പറഞ്ഞു, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ കാര്യം പറഞ്ഞു. അതൊക്കെ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്. അപ്പം അതും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ചു വെച്ചുകൊള്ളുക. അപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മറ്റ് സെഷനുകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതിനു മുന്നേ നമ്മൾ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3 മന്ത് അതുപോലെ തന്നെ 6 മന്ത് ബാച്ചസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, കോഴ്സിൽ ജോയിൻ ചെയ്യുക. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, 8921440580 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാച്ചുകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കറണ്ട് അഫയേഴ്സ് സെഷനുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.